യുൻസുവിന്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിലേക്ക് വരും. അച്ഛനും അമ്മയും നല്ല അഫെക്ഷനേറ്റ് ആണ് ഇപ്പോഴും. അതേസമയം ജംഗ്സന്റെ അമ്മ അവന്റെ അച്ഛനെ വിളിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കോൾ കണക്ട് ആവുന്നില്ല. ഇന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോയാലോ എന്ന് ജംഗ്സൺ യുൻസുവിനെ വിളിച്ച് ചോദിക്കും. അതുകൊണ്ട് തന്നെ അവള് ആ ദിവസം ഓഫ് വേണമെന്ന് മെയിൻ റൈറ്റർ അടുത്ത് പറയും. അവർ സമ്മതിക്കും. യുൻസുവിനെ കൊണ്ട് അവൻ ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അസിസ്റ്റന്റ് റൈറ്ററായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും യുൻസു ലീവ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതിൽ അവർക്ക് സന്തോഷമുണ്ട്. അന്നത്തെ ദിവസം അവിടെ ലെഷർലി സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ഫുഡെല്ലാം ട്രൈ ചെയ്തിട്ട് തിരിച്ച് അവർ ബസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ സമരം നടക്കുവാണ്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് അടുത്തുള്ള ഇന്റർനെറ്റ് കഫേയിലേക്ക് പോകും. എനിക്കൊരു മെയിലും കൂടി നോക്കണം എന്ന് അവൻ പറയും. അവനൊരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ ഒരു ഷെഫിന്റെ ഇന്റേൺ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മെയിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇയാള് ഫ്രാൻസിലേക്ക് പോകുമോ എന്ന് യുൻസു ചോദിക്കും. എന്നെ ഷെഫ് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഫ്രാൻസിലേക്ക് പോയാലേ പറ്റത്തുള്ളൂ, കാരണം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് ജംഗ്സൺ അവളോട് പറയും. അവന് മെയിലൊന്നും വന്നിട്ടില്ല എന്ന് കാണുമ്പോഴത്തേക്കും യുൻസുവിന് ആശ്വാസമാവുന്നുണ്ട്. ഇടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് നടന്നു നോക്കുമ്പോൾ യുൻസു അടുത്തില്ല എന്ന് ജംഗ്സണ് മനസ്സിലാവും. അവളെ അന്വേഷിച്ച് പോകും. റെസ്റ്റ് റൂമിൽ പോയതിനു ശേഷം അവൾ തിരിച്ചു വന്നിട്ടില്ല. പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന യുൻസുവിനെയാണ് ജംഗ്സൺ ചെല്ലുമ്പോൾ കാണുന്നത്. ഞാൻ ഹാപ്പി ആണെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്നത്തെ ദിവസം ഇയാൾ പറയുന്നത്. തന്നെ ഹാപ്പി ആക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. താൻ കാരണമല്ല, ഞാൻ ഹാപ്പി ആയെന്ന് അവൾ തിരുത്തി കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം അവളെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇയാൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ മെച്ചുവേർഡ് ആയിട്ടാണ് എപ്പോഴും ബിഹേവ് ചെയ്യാറ്. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇന്നൊരു ദിവസം ഞാൻ അതെല്ലാം മറന്ന് എൻ്റെ പ്രായത്തിനനുസരിച്ച് പെരുമാറാനായിട്ട് പോവുകയാണ്. ഞാൻ സിൻസിയറായിട്ട് എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് പറയാനായിട്ട് പോവുകയാണ്. എനിക്ക് ഇയാളെ കിസ് ചെയ്യണമെന്നുണ്ട്. ഇയാൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമെന്ന് യുൻസുവിൻ്റെ അടുത്ത് പറയും. യുൻസു പക്ഷേ അത് അവോയ്ഡ് ചെയ്യുന്നില്ല. യുൻസു തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അനിയത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ജൂഹ എവിടെയുണ്ട്. അനിയത്തിയുടെ എക്സ് ബോയ് ഫ്രണ്ട് കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതിന്റെ പേരിലാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. അവള് അനിയത്തിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും എന്നെ ആശ്വസിപ്പിക്കാനല്ല, എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനിയത്തി ഒന്നും പറയത്തില്ല. ജൂഹയും അവളുടെ സൈഡ് ചേർന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്തുകൂടെ എന്ന് യുൻസു അവരോട് ചോദിക്കും. യുൻസു ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നത് അനിയത്തിക്ക് നാണക്കേടായിട്ട് തോന്നും. എന്റെ പോലത്തെ അവസ്ഥ നിനക്കും വരട്ടെ എന്ന് അവൾ പറയുന്നുണ്ട്. അതിന് സാധ്യതയില്ല, യുൻസുവിന്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് ഉടനെ തന്നെ ജൂഹ പറയും. അന്നത്തെ ദിവസത്തെ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ജംഗ്സൺ കാണുന്നത് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അമ്മയാണ്. അവന്റെ ചിരിമായും. ഞാൻ കൊറിയയിൽ ലാൻഡ് ചെയ്തതേ ഉള്ളൂ, ഇവിടേക്ക് എത്തിയിട്ട് കുറച്ച് നേരമേ ആയുള്ളൂ, ഒരുപാട് നേരമൊന്നും ആയില്ല, നിന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ അവന്റെ കൂടെ അകത്തേക്ക് ചെല്ലുന്നത്. നിന്നെ ഞാൻ മിസ് ചെയ്തു, നീ എങ്ങനെയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്നതെന്ന് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, അത് ഞാൻ എന്നും ഓർമ്മിക്കുമെന്ന് അമ്മ അവനോട് പറയും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അമ്മയെ വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു അച്ഛൻ. പേടിയില്ലാതെ ജംഗ്സനാണ് അച്ഛനെ തടഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ദിവസം വഴക്ക് നടന്നു കഴിയുമ്പോൾ അമ്മ അടിക്കുന്നത് ഇവൻ തടയും. അമ്മ അന്നേരം അച്ഛനോട് ഡിവോഴ്സ് വേണമെന്ന് പറയുവാണ്. ജംഗ്സൺ അമ്മയോട് കഴിവതും സംസാരിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, ഒരമ്മയെന്ന നിലയിൽ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാമെന്ന് അമ്മ അവനോട് പറയും. പിറ്റേ ദിവസം യുൻസു കോഫിയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ എന്ന് കൊളീഗ്സ് ചോദിക്കും. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇയാൾ ക്വിറ്റ് ചെയ്തു എന്നാണ് മെയിൻ റൈറ്റർ പറഞ്ഞതെന്ന് അന്നേരം അവർ പറയും. മെയിൻ റൈറ്റർ അവിടേക്ക് വരും. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്നല്ല പറഞ്ഞത്, എനിക്കൊരു ദിവസം ഓഫ് വേണമെന്നേ പറഞ്ഞുള്ളൂ, അതിനാണല്ലോ ഇന്നലെ സമ്മതിച്ചതെന്ന് യുൻസു അവരോട് ചോദിക്കും. നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഡ്രാമ ഇവിടെ എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലെ തിരുത്തൊക്കെ വരണം എന്ന് ഡയറക്ടർ പറഞ്ഞത് ഇയാൾ കേട്ടു. അതിനിടയ്ക്ക് ഇയാൾ ഓഫ് വേണമെന്ന് പറഞ്ഞാൽ ഇയാൾ സിൻസിയർ അല്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തോളൂ, കുറെ കാലത്തേക്ക് ഇയാൾ ബ്രേക്ക് എടുത്തോളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അവർ പറയും. ഇവർക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇവൾ അപ്പോളജൈസ് ചെയ്യുമ്പോഴത്തേക്കിനും ഇയാളുടെ റിവ്യൂവും ഡയറക്ടറുടെ റിവ്യൂവും സെയിം ആയെന്ന് വിചാരിച്ചിട്ട് ഒരു അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ഈവിലായിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ 10 വർഷത്തെ കരിയറിനിടയ്ക്ക് കണ്ടിട്ടേ ഇല്ല. ഇയാൾ എന്തായാലും ഒരു റൈറ്റർ ആവും, കാരണം ഇതുപോലെ ഈവിലായിട്ടുള്ള ആളുകളാണ് ഇവിടെ സർവൈവ് ചെയ്യാറ്. ഇനി ഇയാൾ ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ ഒരു ഉപകാരം ചെയ്തു തരാം, എന്തായാലും ഇയാളെ പറ്റി റൂമേഴ്സ് ഒന്നും ഇൻഡസ്ട്രിയിൽ ഞാൻ സ്പ്രെഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോകും. പൊട്ടിക്കരഞ്ഞോണ്ടാണ് യുൻസു അവിടുന്ന് പോകുന്നത്. കുറച്ചുപേരെ നടന്നു കഴിയുമ്പോൾ ജംഗ്സനെ കാണണം എന്ന് അവൾക്ക് തോന്നും. ഇപ്പൊ എപ്പോ സങ്കടം വന്നാലും ജംഗ്സന്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നതെന്ന് അവൾ തിരിച്ചറിയും. രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ജംഗ്സൺ വരുന്നുണ്ടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അമ്മ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനൊന്നും മൈൻഡ് ചെയ്യാതെ റെഡി ആയിട്ട് പോകാനായിട്ട് തുടങ്ങും. എനിക്ക് നീ പൈസ തരണം, നിന്നെ ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്, നിന്റെ ഫോൺ പോലും ഉപേക്ഷിച്ചതിന് ശേഷം എത്ര ബുദ്ധിമുട്ടിയാണ് നിന്നെ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ
കഷ്ടപ്പെട്ട് എന്നെ കണ്ടുപിടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ ഫാമിലിയാണ്. ബന്ധമെല്ലാം അറുത്ത് മുറിച്ചു മാറ്റി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അമ്മ പറയും. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടാ നിങ്ങൾ നല്ലൊരു അമ്മയായിരുന്നു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കരുതെന്ന് അവൻ പറയും. എന്റെ കുട്ടി, നീ ഇങ്ങനൊന്നും സംസാരിക്കരുത്. നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് അവൻ പറയുന്നുണ്ടേ. അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ഒരു ശിക്ഷയാണ്. അതുകൊണ്ട് നമുക്ക് അവരവരുടെ ജീവിതം ജീവിക്കാം. നിങ്ങൾ നിങ്ങളുടെ വഴിക്കും ഞാൻ എന്റെ വഴിക്കും പോകുന്നതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവനെ അടിക്കും. അന്നേരം തന്നെ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യും. ഞാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നിനക്കറിയാം, എന്തെല്ലാം അനുഭവിച്ചു എന്ന് നിനക്കറിയാം. അപ്പോൾ നീ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഇവിടെ കാണാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം താഴെ വെച്ചിടുകയും തല്ലി പൊട്ടിക്കുകയും ചെയ്യും. നീ ഇന്നലെ രാത്രി വന്നപ്പോൾ എത്ര സന്തോഷത്തോടെയാണ് വന്നതെന്ന് ഞാൻ കണ്ടതാണ്. എന്നെ കണ്ടപ്പോൾ നിന്റെ മുഖം മാറി. ആരാണ് അവള്? ആരാണ് നിന്നെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നത്തിനിടയ്ക്ക് വേറൊരാളെ പിടിച്ചിടേണ്ട കാര്യമില്ല എന്ന് അവൻ പറയും. ഇത് കേൾക്കുന്നുണ്ട്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല, ഞാൻ മരിച്ചു കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ നീ എന്നെ കൊല്ലണം എന്നൊക്കെ അവരവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങും. അവൻ ദേഷ്യം കൺട്രോൾ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. ജംഗ്ഷന് നേരം വിൻസുവിനെ കാണണമെന്ന് തോന്നും.